ഞാൻ എടവണ്ണപ്പാറയിലാണുള്ളത്. എടവണ്ണപ്പാറയിൽ 11 വർഷമായിട്ട് സ്വന്തം വാഹനത്തിൽ, സ്വന്തം ടാങ്കിൽ, സ്വന്തം കിണറിൽ നിന്ന് വെള്ളമെടുത്ത് ഇവിടെ വെള്ളം എത്താത്ത സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അൽജമാൽ നാസർക്ക. നാസർക്ക, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് തീരെ താല്പര്യമില്ലെന്നുള്ള എനിക്കറിയാം. പക്ഷെ ഇതിന്റെ ഒരു താല്പര്യത്തിന് നമ്മൾ 11 വർഷമായി ഇങ്ങനെ വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ടല്ലേ? ഇന്നിപ്പോ നമ്മൾ ഉള്ള ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ ചീടിക്കുയി തടായി. ഓക്കെ, 33 വർഷമായിട്ട് നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലുണ്ട്. കോവിഡ് വരുമ്പോൾ നിങ്ങളുടെ ഇസൂസും വാഹനവും അതുപോലെ TDRF-ഉമായിട്ട് വെള്ളപ്പൊക്ക സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഇടപെടാറുണ്ട്. പാവങ്ങൾക്ക് കുടിവെള്ളമായാലും വസ്ത്രമായാലും ഒക്കെ, പാവങ്ങൾക്ക് പണമായാലും വസ്ത്രമായാലും എത്തിച്ചു നൽകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ വെള്ളം നൽകാൻ ഈ നാട്ടിൽ അൽജമാൽ നാസർക്കയാണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം എത്രത്തോളം കുടുംബങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു നേരം കൊണ്ട് കൊടുക്കും? ഇതിപ്പോ ഇവിടെ ഈ പ്രദേശത്ത് ഇത് മൊത്തം ഈ ഏരിയ കംപ്ലീറ്റ് ഞാൻ കുടിവെള്ളം കൊടുക്കണം. പിന്നെ ഇതിന്റെ അങ്ങേ ഭാഗം അവിടെ ഇത് അങ്ങേ ഒരു മലയാണ്, ആ ഭാഗം ഞാൻ കുടിവെള്ളം കൊടുക്കണം. ഇത് എല്ലാ ദിവസവും ഈ നേരത്തെ ഇവിടെ എത്തും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു വേനൽക്കാലമായി കഴിഞ്ഞാൽ? അതായത് വേനൽക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് ലൈനൊക്കെ പൊട്ടലുടങ്ങും, പിന്നെ കിണറിലുള്ള വെള്ളങ്ങൾ വറ്റലുടങ്ങും. അപ്പൊ എന്താ വെച്ചാൽ മേലെ ഭാഗത്തോട്ട് വെള്ളം കിട്ടും. അതായത് മലയോര പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ വണ്ടി എത്താൻ ബുദ്ധിമുട്ടുന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തൂല. അങ്ങനെ ആകുമ്പോ പിന്നെ ഇവര് വിളിക്കൽ തുടങ്ങും. അപ്പൊ ഞാൻ കൊണ്ടുപോയി അടിച്ചു കൊടുക്കും. നാസർക്ക, ഞാൻ കേട്ടതേ പെരുന്നാളായി കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വെള്ളം അടിക്കാൻ ഇറങ്ങും. അതുപോലെ ഓണാണെന്നുണ്ടെങ്കിൽ ഓണത്തിനും നാസർക്കന്റെ വെള്ളം എത്തും എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ആ കേട്ടതൊക്കെ സത്യമാണോ? അത് നിർബന്ധമാണല്ലോ. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളമില്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെരുന്നാൾ കഴിക്കാനും ഓണം കഴിക്കാനും കഴിയൂലല്ലോ, നമ്മളെ വീട്ടിൽ കഴിക്കാൻ കഴിയൂല. ഇവിടെ വെള്ളം ഇല്ലാഞ്ഞാൽ പിന്നെ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയൂല. അപ്പൊ ഇവർക്ക് പെരുന്നാൾ ഓണമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ വെള്ളം എത്തിക്കൽ നിർബന്ധമാണല്ലോ. 12 വർഷമായിട്ട് നാസർക്ക വെള്ളം കൊണ്ടുവരും. കുടിവെള്ളം ഞങ്ങൾക്ക് ഇവിടെ എത്തലുണ്ട് നിത്യം. നിങ്ങൾ കുടിവെള്ളത്തിന് ഈ വേനൽക്കാലത്ത് ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് നാസർക്ക് വരും എന്നുള്ള നിങ്ങളൊരു വിശ്വാസമാണ്? വരെയുണ്ട്. എന്ത് കല്യാണോ വിശേഷമോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും വരും. എന്തുണ്ടെങ്കിലും അല്ലേ? നാസർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അവസ്ഥ എന്താണ്? വെള്ളം കിട്ടൂല. അപ്പൊ അവിടെയാണ് ഈ വെള്ളത്തിന്റെ വില അറിയുന്നത് അല്ലേ? 12ാം വാർഡ് ചെടിക്കുഴിയിലെ വാർഡ് മെമ്പറാണ് ഞാൻ. സജിത രാജേഷാണ് എൻ്റെ പേര്. ഞാൻ ഈ വാർഡിൽ വന്നതിന് ശേഷം, അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാസർക്കേനെ എനിക്ക് ആദ്യ പരിചയമുണ്ട്. പക്ഷേ ഈ വാർഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പരാതി വന്നത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ വിളിച്ചത് നാസർക്കേനെയാണ്. നാസർക്കേനെ ഒരു മുൻ പരിചയം ഉള്ളത് കാരണം നാസർക്കേനെ വിളിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു, വൈസ് പ്രസിഡന്റിനെ വിളിച്ചു. പക്ഷെ ഞാൻ വിളിച്ച സമയത്ത് തന്നെ അവരെ വിളിച്ചതിനേക്കാൾ എനിക്ക് വേഗത്തിൽ കിട്ടിയത് നാസർക്കേനെയാണ്. 33 വർഷമായി ഈ ഒരു മേഖലയിൽ സജീവ സാന്നിധ്യമാണ് നമ്മുടെ നാസർക്ക. അതായത്